പ്രവീൺ ചന്ദ്രൻ സംവിധാനം ചെയ്ത് നിഖില വിമൽ, സണ്ണി വെയിൻ, വിജയരാഘവൻ, അശോകൻ, അജു വർഗീസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ കോമഡി വെബ് സീരീസ് ആണിത്. ഒരു സ്ലാപ്സ്റ്റിക് കോമഡി, അതല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് സീരീസ് പറയുന്നത്. പേരല്ലൂർ എന്ന സാങ്കല്പിക ഗ്രാമവും അവിടുത്തെ വട്ടുപിടിച്ച കുറെ മനുഷ്യരും അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെയാണ് പശ്ചാത്തലമാകുന്നത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചിരിപ്പിക്കാൻ വകയുള്ള കുറച്ച് നല്ല നർമ്മ മുഹൂർത്തങ്ങളൊക്കെയുള്ള ഒരു ഡീസന്റ് കോമഡി സീരീസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. കാരിക്കേച്ചർ പോലെയുള്ള കഥാപാത്രങ്ങളാണ് സീരീസിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങൾ തന്നെയുണ്ട്. അതുതന്നെ സ്ക്രിപ്റ്റിന്റെ എഴുത്തിന്റെ ഗുണം കാണിക്കുന്നുണ്ട്. ആകെ ഈ നിഖില വിമൽ അവതരിപ്പിക്കുന്ന മാളവിക എന്ന കഥാപാത്രത്തിന് മാത്രമാണ് അല്പമെങ്കിലും ഒരു പക്വതയുള്ള അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് തോന്നിയത്. അവൾക്കാവട്ടെ ആ വില്ലേജിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ അത്ര താല്പര്യമൊന്നും ഇല്ലാതാനും. നിഖില അസലായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ നിഖില വിമലാണ് ഈ സീരീസിന്റെ താരം എന്ന് തന്നെ പറയാം. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് വിജയരാഘവൻ അവതരിപ്പിച്ച സൂത്രക്കാരനായിട്ടുള്ള പൊളിറ്റീഷ്യന്റെ വേഷമാണ്. പുള്ളി തനത് ശൈലിയിലൂടെ അത് ഗംഭീരമാക്കി. പെണ്ണ് കാണൽ ജോലിയാക്കിയ ശ്രീകുട്ടനായി വന്ന സണ്ണി വെയിന് ഓക്കെ ആയിരുന്നു. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അശോകൻ അവതരിപ്പിച്ച എത്ര തവണ തോറ്റാലും ഒരു വിഷമവും ഇല്ലാത്ത പിന്മാറാത്ത കേമൻ സോമൻ എന്ന കഥാപാത്രമാണ്. അജു വർഗീസിന് സീൻസ് ഒക്കെ കുറവായിരുന്നെങ്കിലും ആ സൈക്കോ ക്യാരക്ടറും രസമുണ്ടായിരുന്നു. വിജയരാഘവന്റെ ഭാര്യയുടെ ക്യാരക്ടറും കൊള്ളാം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുന്ന ജാഫർ, ജോൽസിനായിട്ട് വന്ന ശരത് സഭ, ചായ കുടിക്കാൻ വെയിറ്റ് ചെയ്യുന്ന ടൈലർ, പിന്നെ അദ്രിജോയുടെ തിരുവാണം ബസ് ഉടമ, അങ്ങനെ ചിരിപ്പിക്കാനുള്ള വകയുള്ള കുറെ കഥാപാത്രങ്ങൾ സീരീസിലുണ്ട്. പഴയ സത്യനന്ദിക്കാട് പ്രിയദർശൻ സ്റ്റൈലിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അത് അത്രയ്ക്ക് വിജയമായോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഓക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, കപട നിരീശ്വരവാദികൾ, അങ്ങനെ കുറെ വിഷയങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ സീരീസിൽ വിജയകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അനൂപ് വി ശൈലജയുടെ സിനിമാറ്റോഗ്രാഫി കൊള്ളാമായിരുന്നു. രാത്രി സീനും ആ ബസ് ഇടിപ്പിക്കുന്നത്, പൊട്ടിത്തെറി സീനും ഒക്കെ നന്നായിട്ട് തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. മുജീബ് മജീദിന്റെ 2 പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സീരീസിന്റെ ഒരു നർമ്മ സ്വഭാവത്തോട് ചേരുന്നതായിട്ട് തന്നെ അനുഭവപ്പെട്ടു. ചില കോമഡിയൊക്കെ നല്ല ചളിയായിരുന്നു എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ആയിട്ട് വന്നത്. ഉദാഹരണത്തിനാണെങ്കിൽ ആ കോഴിയുടെ പുറകെ ഓടുന്ന ആ ഒരു പഴയ സ്റ്റൈലിലുള്ള കോമഡിയൊക്കെ കണ്ടിട്ട് സത്യത്തിൽ ചിരിയൊന്നും വന്നില്ല. കഥയും കാര്യങ്ങളും ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും പ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സത്യനന്ദിക്കാടിന്റെ സന്ദേശം അല്ലെങ്കിൽ പ്രിയദർശന്റെ വെള്ളാനകളുടെ നാടൊക്കെ പോലെയുള്ള ഗംഭീര ആക്ഷേപഹാസ്യങ്ങൾ കണ്ട് ശീലിച്ച മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര വർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. മസ്റ്റ് വാച്ചുമല്ല, എന്നാൽ ഒട്ടും തീരെ മോശവുമല്ലാത്ത ഒരു സീരീസ്. ചുമ്മാ വളരെ ലൈറ്റായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് ആണിത്. സോ വാച്ച് ഇറ്റ് എന്ന ഒരു റേറ്റിംഗ് ആണ് ഞാൻ ഈ സീരീസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 35-40 മിനിറ്റുള്ള 7 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. ഈ സീരീസ് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ.